നീ എന്താ ഇങ്ങനെ റൂമിൽ തന്നെ ഇരിക്കുന്നത്? എന്റെ റൂമിൽ ഞാൻ ഇഷ്ടമുള്ള സമയത്ത് വരും. അല്ല, ഇവരൊക്കെ എന്തിനാ ഇവിടെ വന്നത്? ഞങ്ങൾ പൊറാട്ടയും ചായയും കുടിക്കാന്. അല്ല പിന്നെ നിങ്ങൾ എന്ത് ചോദ്യാ റോസിമേട്ടൻ ചോദിക്കുന്നത്? ഇന്ന് നിങ്ങളുടെ വീട്ടിൽ കൂടലല്ലേ, അപ്പോൾ വീട് കാണാൻ വന്ന ഞങ്ങൾ നിങ്ങളുടെ വീടൊക്കെ ഒന്ന് കാണുകയല്ലേ. റോസി, നീ ഇവളെ നോക്ക്. ആരെ? ദാ ഈ രമയെ തന്നെ. അവൾക്കെന്താ? അവൾക്കൊന്നും അറിയില്ല. നീ തന്നല്ലടി ആളെ വിട്ടിട്ട് രമേശയുടെ ദേഹത്ത് ജ്യൂസ് മറിയിപ്പിച്ചത്. നീ കാണുന്നില്ലേ ഇവളുടെ ദേഹം മുഴുവനും അഴുക്കായത്? അഴുക്കോ? ഛേ, അങ്ങനെ അഴുക്കുള്ള ആളെ ഒന്നും റൂമിൽ കയറ്റില്ല. ഇറങ്ങി പോകുവാൻ പറ അവളോട്, റൂമൊക്കെ അഴുക്കാകും. എടി, നിനക്ക് ഇതാരാണെന്ന് മനസ്സിലായില്ലേ? നമ്മുടെ രമ. നമ്മുടെ രമയോ? അതേത് രമ? ആരാണെങ്കിലും സാരമില്ല, എനിക്കെന്റെ റൂം വൃത്തികേടാകുന്നത് തീരെ സഹിക്കില്ല. ആഹാ, നിനക്ക് സഹിക്കില്ല അല്ലേ? ഇപ്പൊ ശരിയാക്കി തരാം. എന്തൊരു കൊതുവാ ഇവിടെ, എന്റെ കാല് ചൊറിയുന്നു. ഡാ ചെറുക്ക, ബെഡിൽ ചവിട്ടിയിട്ടാണോ നീ കാല് ചൊറിയുന്നത്? ഹേയ്, ബ്ലഡ് ഒന്നുമില്ല റോസി മാഡം. ബ്ലഡ് അല്ല, ബെഡ്, കിടക്ക. ഓ, അതായിരുന്നോ പറഞ്ഞത്? ഞാനൊന്നും കേൾക്കുന്നില്ല ഇവിടെ നിന്നിട്ട്. ഇതിന്മേൽ കയറി നിൽക്കാം, എന്നാൽ മര്യാദയ്ക്ക് കേൾക്കും. ഇനി പറ, എന്താ നിങ്ങൾ പറഞ്ഞത്? ഒന്ന് ഇറങ്ങി പോകുമോ എല്ലാരും? അത് പോകില്ല. ദാ ഈ കാണുന്ന പാവം രമേശിയുടെ ദേഹത്തില്ലേ ഏതോ ഒരു വൃത്തികെട്ട പെണ്ണുങ്ങൾ ആളെ അയച്ചിട്ട് ജ്യൂസ് തട്ടി മറിയിപ്പിച്ചിട്ടുണ്ട്. ഇവരിതെങ്ങനെ മനസ്സിലായി? നീ എന്തായി പറയുന്നത്? സൽമാനെ, നീ എന്നാ പറഞ്ഞത്? ആളെ വിട്ടിട്ട് ജ്യൂസ് മറിയിച്ചതാണെന്നോ? ഹേയ്, അത് ഞാൻ വെറുതെ പറഞ്ഞതാ രമേശി. ശരിക്കും വെറുതെ പറഞ്ഞതായിരിക്കുമോ? ഇനി ചിലപ്പോൾ ഞാൻ പറഞ്ഞിട്ടാണ് ജ്യൂസ് മറിയിച്ചതെന്ന് ഇവർക്ക് തിരിഞ്ഞിട്ടുണ്ടാകുമോ? ഞാൻ വിചാരിച്ച അങ്ങനെയാണെന്ന്. ഞാനും. ഒന്നും അങ്ങനെ ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. ചിലപ്പോൾ അത് തന്നെയായിരിക്കും സത്യം. അല്ല റോസി മാഡം? അത് പിന്നെ എന്തെങ്കിലും ആകട്ടെ, നിങ്ങൾ പോയിട്ട് ഒരു ഡ്രസ് എടുത്തിട്ട് വാ. അതെന്നോട് പറയാൻ മറന്നുപോയി റോസി. നീ പോയിട്ട് ഒരു നല്ല ഡ്രസ് എടുത്തിട്ട് വന്നേ, ഈ രമയ്ക്ക് കൊടുക്കുവാനാ. ഡ്രസ്സല്ല, ഡ്രസ്. ഡ്രസ് തന്നെ. നിന്റെ ഡ്രസ് എടുത്തിട്ട് വാ. എന്റെ ഡ്രസ് ഞാൻ ആർക്കും കൊടുക്കില്ല. റോസി, നീ എന്താ ഇങ്ങനെ ആലോചിക്കുന്നത്? പോയി ഡ്രസ് എടുത്തിട്ട് വാ. അത് സാം, അത് പറ്റില്ല. അതെന്താ? അത് സാം, ഡ്രസ് കൊടുക്കുന്നതിൽ എനിക്കൊരു പ്രശ്നവുമില്ല. പക്ഷേ എങ്ങനെ കൊടുക്കുവാനാ? എന്റെ അലമാരിയുടെ കീ കാണുന്നില്ല. ഇനി എങ്ങനെ എന്റെ ഡ്രസ് എടുക്കുമെന്ന് എനിക്ക് കാണണം. എന്ത്? കീ കാണുന്നില്ല എന്നോ? അതെ സാം, കാണുന്നില്ല. ഞാൻ എല്ലായിടത്തും നോക്കി. അതെങ്ങനെയാ കാണാതാവുക? അത് പറയാൻ പറ്റില്ല. ഇവിടെ നിറയെ ജനങ്ങൾ വന്നതല്ലേ, ഏതെങ്കിലും കുട്ടികൾ എടുത്തു കാണും. പെണ്ണുങ്ങളെ ഒരു അഭിനയം. ഈ റോസിയോട് അവരുടെ കളി. എന്റെ ഡ്രസ് ഇട്ടിട്ട് അങ്ങനെ സുഖിച്ചു പോകാമെന്ന് കരുതണ്ട. അതിന് ഈ റോസി സമ്മതിക്കില്ല. എന്നാലും അതേത് കുട്ടിയായിരിക്കും അങ്ങനെ എടുത്തു പോയിട്ടുണ്ടാവുക? നീ ഈ തറയിലൊക്കെ നോക്കിയോ? ചിലപ്പോൾ എവിടെങ്ങാനും ഉണ്ടാകും. ഞാൻ എല്ലായിടത്തും നോക്കി, എവിടെയും കണ്ടില്ല. അലമാരയുടെ ചാവി ഞാൻ നേരത്തെ മാറ്റിവെച്ചിനി. ഇനി എങ്ങനെ ഇവർ ഡ്രസ് മാറ്റുമെന്ന് എനിക്കൊന്ന് കാണണം. ഇനി എന്താ ചെയ്യാ? ആ റോസിക്കിട്ടൊരു പണി കൊടുക്കണമെന്ന് വിചാരിച്ചതാ. ഇനി എന്തായാലും അത് നടക്കില്ല. ഇനിയും നാറുന്നതിന് മുന്നേ ഇവിടെ നിന്നും പോകുന്നതാണ് നല്ലത്. അങ്ങനെ വിട്ടാൽ പറ്റില്ലല്ലോ. ഈ റോസി ഇങ്ങനെ ചെയ്യുമെന്ന് ഞാൻ കരുതിയില്ല. ഇനി എന്നാ ഇപ്പൊ ചെയ്യാ? ഐഡിയ കിട്ടി. അയ്യേ, അതെവിടുന്ന ആ സൗണ്ട് വന്നത്? സൗണ്ടാ? എന്താ സൗണ്ട്? എന്തോ ഒരു പ്രത്യേക തരം സൗണ്ട് കേട്ടില്ലേ? പ്രത്യേക തരം സൗണ്ടാ? നീ ഇതെന്തൊക്കെയാ പറയുന്നത്? പ്രത്യേക തരം സൗണ്ട് എന്നോ? ഞാൻ കേട്ടില്ലല്ലോ അങ്ങനത്തെ ഒരു സൗണ്ട് ഒന്നും. അതെന്നാ മണക്കുന്നത്? ഈ മണത്തിന്റെ സൗണ്ടിനെ കൊണ്ട് തന്നെ ഞാൻ ഇത്ര നേരം പറഞ്ഞത്. അയ്യേ, ഇതിന്റെ സൗണ്ടിനെ കൊണ്ടാ ചോദിച്ചത്? അതാരാ സൗണ്ട് ഉണ്ടാക്കിയത്? എനിക്കറിയില്ല. എന്തായാലും ഞാനല്ല. നീ എന്തിനാ ചിരിക്കുന്നത്? അപ്പോൾ നീയാണ് ആ സൗണ്ട് ഉണ്ടാക്കിയത്? ഡീ, വൃത്തികേട് പറയരുത്. ഞാൻ അങ്ങനത്തെ സൗണ്ട് ഒന്നും ഉണ്ടാക്കാറില്ല. പിന്നെ നീ എന്തിനാ ചിരിച്ചത്? അതെന്താ, എനിക്ക് ചിരിച്ചൂടാ?
അതല്ലടാ, നീ വെറുതെ ചിരിച്ചത് കൊണ്ട് ചോദിച്ചതാ. അത് ഞാൻ നിങ്ങളുടെ കളി കണ്ടിട്ട് ചിരിച്ചതാ. ഒരാൾ സൗണ്ട് കേട്ട് ഒരാൾ മണത്ത്. നല്ല ബിറ്റുണ്ട് നിങ്ങളുടെ കളി കാണുവാൻ. ഇവിടുന്ന് തന്നെ. എന്ത് നട ഇത്? അയ്യോ അത് ചേട്ടന് ടോയ്ലറ്റിൽ പോകണോ? അവിടെ പോയിട്ട് എന്താക്കാനാ? അവനിക്ക് അവിടെ ഒന്നല്ല പോകേണ്ടത്, കക്കൂസില്. എനിക്ക് കക്കൂസിൽ പോകണോ? എന്റെ ഏഞ്ചി, അത് തന്നെ ഞാനും ചോദിച്ചത്. ചേട്ടന് ടോയ്ലറ്റിൽ പോകണമെങ്കിൽ പോകാം, ഇവിടെ തന്നെ ടോയ്ലറ്റ് ഉണ്ട്. ഉണ്ടാ? സമാധാനമായി. എന്നാ വേഗം വാ, ഇങ്ങോട്ടാ കക്കൂസുള്ളത്. അവിടെ നിങ്ങൾ വരുന്നുണ്ടാ? പിന്നല്ലാണ്ട്, നീ എവിടെ പോയാലും ഞങ്ങളും ഉണ്ടാകും അവിടെ. അതെന്തിനാണെന്നോ? നീ ഇവിടെ കക്കൂസിൽ പോകുന്നെന്നും പറഞ്ഞു പോയിട്ട് കക്കൂസിൽ പോകാതെ നീ നിന്റെ വീട്ടിലേക്ക് നേരെ പോയാലോ? അങ്ങനെ ഞാൻ പോകില്ല. അങ്ങനെ ഞങ്ങൾ പോകാനും വിടില്ല. ഈ കക്കൂസിൽ പോകുമെങ്കിലും എന്നെ ഒന്ന് വെറുതെ വിട്ടൂടെ? നീ കക്കൂസിൽ പോയാലും സാരമില്ല, ക്ലോസറ്റിൽ പോയാലും സാരമില്ല. എന്തായാലും നീ എവിടെയാ പോകുന്നത് അവിടെയൊക്കെ ഞങ്ങളും ഉണ്ടാകും. എന്തായാലും ഒരു വല്ലാത്ത കുരുക്കിൽ തന്നെയാ പെട്ടത്. അല്ലടാ, നീ എന്താടാ ഇങ്ങനെ പിറുപിറുക്കുന്നത്? നിനക്ക് കക്കൂസിൽ പോകണ്ടേ? വേണ്ട, എന്തിനു പോകണം? അവിടെ നിങ്ങൾ ഉണ്ടാകില്ലേ? ഞാൻ ഇവിടെ തന്നെ ഇരുന്നോളാം. അയ്യേ ചേട്ടൻ എന്നാ കളിക്കുന്നത്? എന്താ? ചേട്ടൻ ടോയ്ലറ്റിൽ പോടേ. അതിന് നിങ്ങൾ സമ്മതിക്കണ്ടേ? അവിടെ നിങ്ങൾ വരില്ലേ? ഇല്ല, വരില്ല. ഈ പെണ്ണുങ്ങൾ പറഞ്ഞിക്കല്ല വരുമെന്ന്. അത് വരൂ. കേട്ടാ? അവർ പറയുന്നത് കേട്ടാ? നീ എവിടെയെങ്കിലും കാണാതെ പോകുന്നത് കൊണ്ടാണ് ഞാൻ നിന്റെ പിറകിൽ തന്നെ വരുമെന്ന് പറഞ്ഞത്. അത് ഞാൻ അങ്ങനെ പോകില്ല എന്ന് പറഞ്ഞില്ലേ? നിന്നെ ഞങ്ങൾ വിശ്വസിക്കണമല്ലേ? പ്ലീസ് എന്നെ ഒന്ന് വിശ്വസിക്ക്, ഞാൻ അങ്ങനെ പോകില്ല. ഞങ്ങൾ തന്നെ എങ്ങനെ വിശ്വസിക്കണം? താൻ തന്നെ പറ. എന്നാൽ ഒരു കാര്യം ചെയ്തോ. എന്ത് കാര്യം? നിങ്ങൾ വിചാരിക്കുന്നത് ഞാൻ നിങ്ങളെ പറ്റിച്ച് പോകുമെന്നല്ലേ? എന്നാൽ നിങ്ങളൊരു കാര്യം ചെയ്, നിങ്ങൾ പോയിട്ട് എന്റെ വണ്ടിയുടെ കാറ്റഴിച്ചു വെച്ചോ. വണ്ടിയുടെ ടയറിന് കാറ്റില്ലെങ്കിൽ പിന്നെ എനിക്ക് പോകുവാൻ പറ്റില്ലല്ലോ. അത് താൻ പറഞ്ഞത് നല്ലൊരു കാര്യ. അതന്നെ, ആ കാര്യം ഞങ്ങൾ ഓർമ്മിച്ചില്ല, ചേട്ടൻ തന്നെ ഓർമ്മിച്ച് തന്നല്ലോ. എന്നാൽ ഞാൻ കക്കൂസിൽ പോകട്ടെ. പോട്. അല്ല ചേട്ടന്റെ വണ്ടി ഏതാണെന്ന് പറഞ്ഞില്ലല്ലോ. പറയുമ്പോൾ അത് പറഞ്ഞില്ലല്ലോ. നീ ഇതിപ്പോൾ ചോദിച്ചത് നന്നായി കിക്കറു. അല്ലാതെ ഇയാളുടെ വണ്ടി ഏതാണെന്ന് അറിയാതെ നമ്മൾ എങ്ങനെ വണ്ടിയുടെ കാറ്റഴിക്കാനാ? തന്റെ വണ്ടി ഏതാണെന്ന് പറഞ്ഞിട്ട് താൻ പോട്. അത് നിങ്ങൾ നേരെ റോഡിലിറങ്ങുക. റോഡിലിറങ്ങിയിട്ട് റോഡിന്റെ അപ്പുറത്തെ സൈഡിലുണ്ടാകും ഒരു മരം. എന്ത് മരം? അത് സപ്പോട്ടയുടെ മരമാണെന്നാ തോന്നുന്നത്. റോഡിന്റെ സൈഡിൽ സപ്പോട്ടയുടെ മരം കാണും. എന്നിട്ട് ആ മരത്തിന്റെ മുന്നിൽ തന്നെ ഉണ്ടാകും എന്റെ വണ്ടി. എന്നാൽ ശരി, നീ പോട്. അല്ല ചേട്ടാ, വണ്ടിയുടെ കളറും കൂടെ പറഞ്ഞിട്ട് പോട്. അതൊരു മഞ്ഞ കളറായിരിക്കും. ഓക്കെ, എന്നാൽ നടക്ക്. അവൻ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് ആ വണ്ടിയുടെ കാറ്റം കഴിച്ചുവിടാം. എന്നാൽ അയാൾക്ക് എവിടെയും പോകുവാൻ പറ്റില്ല. എന്തായാലും അവൻ ശരിക്കും ഒരു പൊട്ടൻ തന്നെയല്ലേ? അതന്നെ, ആരെങ്കിലും പറയുമോ സ്വന്തം വണ്ടിയുടെ കാറ്റഴിച്ചുവിടാൻ? എന്തായാലും വാ, നമുക്ക് വണ്ടി പോയിട്ട് നോക്കാം. ഒരിയാണ് റോഡിലെത്തി. അല്ല, ഇയാൾ എന്തിനാ വണ്ടി ഇങ്ങ് പാർക്ക് ചെയ്തത്, അങ്ങുള്ളിൽ പാർക്ക് ചെയ്യാതിരുന്നത്? ഡാ പൊട്ട, അയാൾ ഇവിടുത്തെ ഗസ്റ്റ് ആയിട്ട് വന്നതല്ലോ, നമുക്കിട്ടൊരു പണി തരാൻ വന്നതല്ലേ. അത് നീ പറഞ്ഞത് കാര്യ. ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും അയാൾ ആരും കാണാതെ വണ്ടി അങ്ങോട്ട് പാർക്ക് ചെയ്ത് വന്നത്. ഇനി അയാൾ പറഞ്ഞത് വെച്ച് നോക്കുമ്പോൾ എവിടെയാണ് ആ സപ്പോട്ടയുടെ മരമുള്ളത്? അത് നോക്കിയേ, അതല്ല സപ്പോട്ടയുടെ മരം? തന്നെ, അത് തന്നെയാണ് സപ്പോട്ടയുടെ മരം. അയാൾ പറഞ്ഞത് അതിന്റെ മുന്നിലുള്ള വണ്ടിയാണ് അയാളുടെ വണ്ടി എന്നല്ലേ? അപ്പോൾ ഇതാണ് അയാളുടെ വണ്ടി. അയ്യേ, ഇത് നമ്മുടെ റോഡിൽ താറട്ടിട്ട് അത് സെറ്റാക്കുവാൻ വേണ്ടി അതിന്മേൽ ഇങ്ങനെ ഉരുട്ടി കളിക്കുന്ന വണ്ടിയല്ലേ? ഇതാണ് റോള് ഡോളർ. അല്ല, ഡോളർ. എന്തെന്ന്? ഒരു മിനിറ്റ്, ഞാൻ പറഞ്ഞു തരാം. റോഡ് റോളർ. കിട്ടി, ഇതാണ് റോഡ് റോളർ. എന്ത്? ഏന്റെ നേട്ടം പറഞ്ഞിട്ടില്ലേ? അത് തന്നെ, റോഡിൽ താറിട്ടിട്ട് അത് സെറ്റാക്കുവാൻ വേണ്ടി അതിന്റെ മുകളിൽ ഇങ്ങനെ ഉരുട്ടി കളിക്കുന്ന വണ്ടി.
അത് തന്നെയല്ലേ ഞാൻ നേരത്തെ പറഞ്ഞത്. അതിന്റെ അടുക്ക് നീ ഇംഗ്ലീഷിൽ പറഞ്ഞിട്ട് ഓവറാക്കാൻ നിൽക്കണേനാ. ഞാൻ ഇംഗ്ലീഷിൽ പറയാത്തത് എനിക്ക് ഇംഗ്ലീഷ് അറിയാത്തത് കൊണ്ടൊന്നുമല്ല, ഇങ്ങക്ക് ഇംഗ്ലീഷ് അറിയാത്തത് കൊണ്ടാ. അയ്യോ, ഇതെന്തൊരു തള്ളലാ. എന്നാലും ആ പൊട്ടം പറഞ്ഞതാ എനിക്ക് സഹിക്കാത്തത്. ഈ വണ്ടിന്റെ കാറ്റ് എങ്ങനെ അഴിക്കാനാ? ഇതിന്റെ ടയർ മുഴുവനും ഇരുമ്പിനെ കൊണ്ടുണ്ടാക്കിയതല്ലേ. ശരിക്കും പറഞ്ഞാൽ നമ്മളാണ് പൊട്ടന്മാർ. അതെന്താ നീ അങ്ങനെ പറഞ്ഞത്? അയാൾ പറഞ്ഞ ഈ മണ്ടത്തരം നമ്മളല്ലേ വിശ്വസിച്ചത്, അപ്പോൾ നമ്മളല്ലേ പൊട്ടന്മാർ? പറയും പോലെ അത് ശരിയാ, നിങ്ങളാ ശരിക്കും പൊട്ടന്മാരില്ലേ. ഞങ്ങളല്ല, നമ്മള്. ഞങ്ങൾ മാത്രമല്ല, നിങ്ങളുമുണ്ട്. എന്നാലും അയാൾ ഇങ്ങനെ പറ്റിക്കുമെന്ന് ഞാൻ കരുതിയില്ല. എന്നാലും അയാൾ ഒരു ഭയങ്കര സംഭവം തന്നെയല്ലേ. അതെന്താ? അതെന്താണെന്നോ നീ നോക്കിയത്? അയാൾ രക്ഷപ്പെട്ടത് എന്റെ കയ്യിൽ നിന്നാ. അങ്ങനെ എന്നെ വെട്ടിച്ച് രക്ഷപ്പെടണമെങ്കിൽ അയാൾ ഒരു പ്രത്യേകതരം കഴിവുള്ള ആളായിരിക്കുമല്ലോ. നിങ്ങൾ തമാശ പറയല്ലേ. ഇങ്ങളെ വെട്ടിക്കുന്നതാ ഇത്ര വലിയ കഴിവ്? ഇതിലും ഈസിയുള്ള കാര്യം വേറെ എന്താ ഉള്ളത്? ആരെ പറ്റിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും ഇങ്ങളെ പറ്റിക്കാൻ ഏത് കുട്ടിക്കും കഴിയും. അത്രക്കും മണ്ടത്തിയല്ലേ ഇങ്ങള്. ഇനി ഇതൊക്കെ പറഞ്ഞിട്ടെന്താ, നമുക്ക് വേഗം പോകാം അയാളുടെ അടുത്ത്. അതിന് അയാൾ എവിടെ? അയാൾ ആ ടോയ്ലറ്റിൽ ഉണ്ടാകില്ലേ. നിനക്കെന്താടി വട്ട? അയാൾ നമ്മളെ പറ്റിക്കുവാൻ വേണ്ടി ടോയ്ലറ്റിൽ പോകുന്നെന്ന് പറഞ്ഞിട്ട് പോയതല്ലേ. അങ്ങനെയായിരിക്കുമോ? ആ, അങ്ങനെ തന്നെ. അപ്പോൾ അയാൾ നമ്മളെ പറ്റിക്കുവാൻ വേണ്ടിട്ട് തന്നെയാണോ പിർപ്പിറൊക്കെ ഇട്ടത്? എന്ത് പിർപ്പിറ്? എന്നാലും അത് പറ്റിക്കാൻ വേണ്ടി ഇട്ടതായിരിക്കുമോ? ഹേയ്, അങ്ങനെയായിരിക്കില്ല. ഭയങ്കര നാറ്റമായിരുന്നു അത്. എന്തായാലും മക്കളെ, നമുക്ക് കക്കൂസ് വരെ ഒന്ന് പോയി നോക്കാം. ചിലപ്പോൾ അവിടെ അവൻ ഉണ്ടെങ്കിലോ? അത് കുഞ്ഞാമിത്ത പറഞ്ഞത് കാര്യ. ചിലപ്പോൾ അവിടെ ഉണ്ടെങ്കിലോ? അത് തന്നെ. അവിടെ ഉണ്ടെങ്കിൽ ഓന്റെ പരിപ്പ് ഞാൻ എടുക്കും. അങ്ങനെ നമ്മളെ പറ്റിച്ചിട്ട് അവൻ പോകാമെന്ന് കരുതണ്ട. ഈ കുഞ്ഞാമീൻ്റോടാ ഓന്റെ കളി. വേഗം നടക്ക് പിള്ളേരെ, ഓനെ ഒന്ന് ശരിയാക്കിയിട്ട് തന്നെയാ ബാക്കി കാര്യമുള്ളൂ. എന്നാ വാ പോകാം. അയാൾ ഈ ടോയ്ലറ്റിലാണ് പോയത്. അയാൾ ഇറങ്ങുമ്പോൾ നമുക്ക് അയാളെ പിടിക്കാം. അതുവരെ ആരും സൗണ്ട് ഉണ്ടാക്കരുത്. എന്ത് നിങ്ങളെന്നാ പറയുന്നത്? മര്യാദയ്ക്കൊന്ന് സംസാരിച്ചൂടെ? സംസാരിക്കാമോ? അല്ലടാ, നീയല്ലേ പറഞ്ഞത് സൗണ്ട് ഒന്നും ഉണ്ടാക്കരുതെന്ന്. അതിനാണോ നിങ്ങൾ ഇങ്ങനെ പറയുന്നത്? അല്ല, എന്നിട്ട് നിങ്ങൾക്ക് എന്തേലും പറയാനുള്ളത്? അത് നീ പറഞ്ഞിട്ടില്ലേ അയാൾ ഇറങ്ങുന്നത് വരെ സൗണ്ട് ഒന്നും എടുക്കരുതെന്ന്? അതിന് അല്ല, അപ്പോൾ അയാൾ ഇറങ്ങിക്കഴിഞ്ഞാൽ സൗണ്ട് എടുക്കാമോ? നിങ്ങളൊന്ന് മിണ്ടാണ്ട് നിക്കുക. അയാൾ ഇറങ്ങിക്കഴിഞ്ഞിട്ട് പിന്നെ സൗണ്ട് എടുത്താലെന്താ? നിങ്ങൾ വെറും മന്ന ബുദ്ധിയായി പോയല്ലോ. നിങ്ങളൊന്ന് ബായും പൂട്ടി നിൽക്ക്, അയാൾ ഇപ്പോൾ ഇറങ്ങും. ഒന്നും ചോദിക്കണ്ടായിരുന്നു, അവന്റെ വായിലുള്ളത് മുഴുവനും കേൾക്കേണ്ടി വന്നില്ലേ. അങ്ങോട്ട് നിൽക്ക്. എന്താ? ആരോ ടോയ്ലറ്റിന്റെ ഡോർ തുറന്നിനി. ചിലപ്പോൾ അത് അയാളായിരിക്കും. ഇതേതോ ഒരു പാട്ടറിഞ്ഞൂടാത്ത പൊട്ടെ. അത് ഇവിടുത്തെ കാറ്ററിംഗിന്റെ ആളാ. നമ്മൾ അന്വേഷിക്കുന്ന ആള് ഈ ടോയ്ലറ്റിൽ തന്നെയാണുള്ളത്. എന്നിട്ട് എന്താ അയാൾ വരാത്തത്? നമ്മൾ കുറെ സമയമല്ല പുറത്തിങ്ങനെ നിൽക്കുന്നത്. അത് തന്നെ ഞാനും ആലോചിക്കുന്നത്. ചിലപ്പോൾ അയാളുടെ പണിയൊന്നും കഴിഞ്ഞിട്ടുണ്ടാകില്ല. എന്ത് പണി? കക്കൂസിൽ എല്ലാവരും എന്ത് പണി എടുക്കാനീ? ആ പണി തന്നെ. എന്തെല്ലാം കിന്നാരാ ഇങ്ങക്ക് ചോദിക്കേണ്ടത്? എന്നാലും എന്താ അയാൾ ഇത്ര സമയമായിട്ടും ഇറങ്ങാത്തത്? നമുക്ക് കുറച്ച് സമയം കൂടി വെയിറ്റ് ചെയ്ത് നോക്കാം. എന്നാൽ നിങ്ങൾ ഇവിടെ നിൽക്ക്, ഞാൻ പോയിട്ട് അയാൾ കക്കൂസിലുണ്ടോ എന്ന് ഉറപ്പാക്കിയിട്ട് വരാം. അതെങ്ങനെ? ഡോറൊന്ന് മുട്ടി നോക്കട്ടെ. ഇനിയിപ്പോൾ അയാൾ അതിലില്ലെങ്കിലോ? ആദ്യം അതിലുണ്ടോ എന്ന് നോക്കട്ടെ, എന്നിട്ട് നമുക്ക് ഇല്ലാത്തതിനെ പറ്റി ചർച്ച ചെയ്യാം. എന്തായി? ഉള്ളിലുള്ള 2 കക്കൂസിലും ആരുമില്ല. ഇനി ഈ കക്കൂസിലും കൂടി ഒന്ന് മുട്ടി നോക്കട്ടെ. ആരാ? ഇതിലാണ് അയാൾ ഉള്ളത്. അതിലുണ്ടോ? ഉണ്ട്. സമാധാനമായി. അയാൾക്കിട്ടൊരു പണി കൊടുക്കാൻ പറ്റിയില്ലല്ലോ എന്ന് ആലോചിച്ചിട്ട എന്റെ സങ്കടം. അതെന്തായാലും ഇപ്പോൾ തന്നെ മാറ്റണം. അയാൾ ഇറങ്ങട്ടെ, അയാൾക്ക് ഞാൻ വെച്ചിട്ടുണ്ട്. അല്ല, സൽമാനും അമ്മിനിയും നമ്മളെ നോക്കി നടക്കുമോ? പറയുമ്പോൾ അത് ശരിയാണല്ലോ. പാവം, അവർ നമ്മളെ നോക്കി നടക്കുന്നുണ്ടാകും. അവർക്കറിയില്ലല്ലോ നമ്മൾ ഇങ്ങനത്തെ ഒരു പണിയിലാ ഉള്ളതെന്ന്. അത് സാരമില്ലടാ, നമുക്ക് ഇയാൾക്കിട്ടൊരു പണി കൊടുത്തിട്ട് നേരെ അവരുടെ അടുത്തേക്ക് തന്നെ പോകാം.
ഉം. അല്ല നീ എന്താടി നോക്കുന്നത്? ഞാൻ അവരിവിടെങ്ങാനും ഉണ്ടോ എന്ന് നോക്കിയതാ. അവരെ ഇങ്ങോട്ടൊന്നും കാണുന്നില്ല. ചിലപ്പോൾ വീട്ടിന്റെ ഉള്ളിൽ തന്നെ ആയിരിക്കും ഉണ്ടാവുക. ഉം. അതാരാ ഡോറിൽ വന്ന് മുട്ടിയത്? ഏ ഇതിന്റെ സുഷു അല്ലേ? നിന്നെ ഞാൻ എത്ര സമയമാടി നോക്കി നടക്കുന്നത്? കൊച്ചു കള്ളി, എന്നിട്ട് നീ എന്നെ കണ്ടുപിടിച്ചിട്ട് ഡോറിൽ മുട്ടിയതാണില്ലേ? സുഷു എന്റെ അള്ളോ, നിങ്ങളായിരുന്നോ? എന്റെ അള്ളോ, ഈ പേരാന്ത പിന്നെയും വന്നല്ലോ. അയ്യോ സോറി, എന്നോട് പിന്നെയും ആള് മാറിപ്പോയതാ. ഞാൻ വിചാരിച്ചു എന്റെ സുഷു ആണെന്ന്. എടോ, തന്റെ കൂടെ ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞു തന്റെ പുഷു അല്ല ഞാനെന്ന്. പുഷു അല്ല, സുഷു. ഓന്റെ ഒരു പുഷു. തനിക്ക് എവിടുന്നാടാ ഈ പശുവിനെ കിട്ടിയത്? താനിത് എത്രാമത്തെ പ്രാവശ്യം എന്നെ പിടിക്കുന്നത്? അത് ഞാൻ പറഞ്ഞില്ലേ, എന്റെ കൂടെ ആള് മാറിപ്പോയതാണെന്ന്. ഒരു പ്രാവശ്യം മാറിപ്പോകും, 2 പ്രാവശ്യം മാറിപ്പോകും, 3 പ്രാവശ്യം മാറിപ്പോകും. പക്ഷെ തനിക്കിത് എത്രാമത്തെ പ്രാവശ്യമാടാ മാറിപ്പോകുന്നത്? അത് പിന്നെ ഞാൻ കുറച്ച് മൊഞ്ചുണ്ടെന്ന് വിചാരിച്ചിട്ട് താൻ ഇങ്ങനെ എന്നെ എടുങ്ങാറക്കണോ? ഈ മൊഞ്ച ആര്? ഹാ, ഞാൻ എവിടെ പോയാലും ഇയാൾ അവിടെ ഉണ്ടാകും. ഇതിന് മാത്രം ഞാൻ എന്താണ് തന്നോട് ചെയ്തത്? അയ്യോ ചേച്ചി. എന്താ ഇൻഡി? അയാൾ ഇപ്പോൾ ഏതോ ഒരു ചേച്ചിയെ വിളിക്കുന്നത് കണ്ടു. അവളെ നോക്കുന്നതാ. അത് നിങ്ങളെ തന്നെയാ വിളിച്ചത്. എന്നെയാ? ചേച്ചി എന്നോട് ക്ഷമിക്കൂ ചേച്ചി, ഇനി ഞാൻ സുഷു എന്ന് വിളിക്കില്ല. എടാ കിളവാ, താനെന്താടെ എന്നെ വിളിച്ചത്? എടാ തന്നോടാ ഞാൻ ചോദിക്കുന്നത്, താനെന്താടെ എന്നെ വിളിച്ചത്? സുഷുന്ന്. ഓ, ഓന്റെ ഒരു പശു. ഇത് താൻ നേരത്തെ വിളിച്ചതല്ലേ? താനെന്താടെ ഇപ്പോൾ എന്നെ വിളിച്ചത്? അത് പിന്നെ ഞാനൊന്നും വിളിച്ചില്ലല്ലോ ചേച്ചിയെ. ഓ പിന്നെയും വിളിച്ച്. എന്ത് വിളിച്ചെന്ന്? ചേച്ചീന്ന് തന്നെ. അതിനെന്താ? അതിനെന്താന്നാ? ചേച്ചിന്ന് വിളിക്കാൻ ഞാൻ എന്താടോ തന്റെ ചേച്ചിയാ? എന്നെ കാണുമ്പോൾ എങ്ങനെ തോന്നി തനിക്ക് എന്നെ ചേച്ചിന്ന് വിളിക്കാൻ? ഇത്രയും മൊഞ്ചുള്ള എന്നെ കാണുമ്പോൾ ആർക്കെങ്കിലും ചേച്ചിന്ന് വിളിക്കാൻ തോന്നുമോ? അല്ല, ആർക്കെങ്കിലും തോന്നിയാൽ തന്നെ തനിക്കെങ്ങനെ തോന്നി? ഇത്രയും കിളവനായ താനെങ്ങനെയാടോ എന്നെ ചേച്ചിന്ന് വിളിക്കുക? അയ്യോ സോറി, എന്നോട് അങ്ങനെ വിളിച്ചു പോയതാ. ആഹാ, അതെങ്ങനെ തന്നോട് അങ്ങനെ വിളിച്ചു പോവുക? ഡൈക്രു, നിന്റെ ഏന്റി നിർത്തൂലെന്നാ തോന്നുന്നത്. അത് തന്നെ, ഇതെന്താ ഇങ്ങനെ സംസാരിക്കുന്നത്? ഏന്റി, നിനക്ക് ഞാൻ കാണിച്ചു തരടാ കിളവാ. ഏന്റി, ഈ കുഞ്ഞാമീൻ്റോടാ അവന്റെ കളി. സോറി കുഞ്ഞമ്മി. കുഞ്ഞമ്മിയല്ല, കുഞ്ഞാമി. ഏന്റി, എന്താടാ ഏന്റി ഇതിന് അയാളോട് ഇങ്ങനെ ചൂടാവുന്നത്? ആഹാ, നീ അയാൾ വിളിച്ചതൊന്നും കേട്ടില്ലേ? എന്ത് വിളിച്ചെന്ന്? ആദ്യം എന്നെ കുശൂന പശുന പുശൂന്നറ്റം പറഞ്ഞ് വിളിച്ച്, പിന്നെ എന്നെ ചേച്ചിയെന്ന് വിളിച്ച്, പിന്നെ എന്നെ കുഞ്ഞമ്മി എന്നും വിളിച്ച്. ഇത്രയും വിളിച്ച അയാളോട് പിന്നെ ഞാൻ എങ്ങനെയാ സംസാരിക്കേണ്ടത്? അത് പിന്നെ പറ, എങ്ങനെയാ സംസാരിക്കേണ്ടത്? ആ പെണ്ണുങ്ങൾ പറയുന്നതിലും കാര്യമുണ്ട്. പാവം, ഞാൻ അവരെ എന്തൊക്കെയോ വിളിച്ചു. പോയി ഒന്നും കൂടി സോറി പറഞ്ഞിട്ട് ഇവിടെ നിന്നും പോകാം. അത് പിന്നെ അറിയില്ല. തനിക്കെന്താണ് ശരിക്കും വേണ്ടത്? മനുഷ്യന്റെ തല പൊട്ടി. എടോ ശരിക്കും പറ, തന്നെ ഞാൻ എന്തെങ്കിലും ചെയ്തിക്ക? ഇല്ല. പിന്നെ താനെന്തിനാണോ എന്റെ തന്നെ ഇങ്ങനെ വരുന്നത്? അയ്യോ, അത് ഞാൻ സോറി പറയാൻ വന്നതായിരുന്നു. കളവാ, തന്റെ സോറി ഒന്നും എനിക്ക് വേണ്ട. എന്നെ ഒന്ന് വെറുതെ വിട്ടാൽ മാത്രം മതി. എന്നാൽ പിന്നെ സോറി. തന്റെ സോറി ഒന്നും എനിക്ക് വേണ്ട. താനൊന്ന് പോട്. എടോ, തന്നോട് പാട് എന്നല്ല പറഞ്ഞത്, പോട് എന്നാ. അയ്യോ ഏന്റി, അതിനയാൾ പാട്ട് പാടുന്നതല്ല, കരയുന്നതാ. കരയുന്നതാ? അതെന്തിനാ അയാൾ കരയുന്നത്? ഏന്റി ഓരോന്ന് ദേഷ്യത്തിൽ പറഞ്ഞത് കൊണ്ടായിരിക്കും. അതിന് മാത്രം ഞാനെന്നാടോ പറഞ്ഞത്? എന്നാ പറഞ്ഞെന്നാ? പിന്നെ ഏന്റി ഇത്ര നേരം അയാളോട് എന്താക്കിയതാ? പാവം, അയാൾക്ക് നല്ലോണം സങ്കടമായിട്ടുണ്ടാകും. ഡാ, അയാൾ എന്തിനാ കരയുന്നതെന്ന് ചോദിക്കടാ. ഞാൻ ചോദിക്കില്ല, ഏന്റി എന്നെ ചോദിക്ക്. ഡാ പ്ലീസ്. ഇല്ല, എന്നെ ഞാൻ ചോദിക്കില്ല. ഏന്റി തന്നെയല്ലേ അയാൾ എന്തൊക്കെയോ പറഞ്ഞത്? കുഞ്ഞാമിത്ത തന്നെ ചോദിച്ചു നോക്ക്. നിങ്ങൾ എന്തിനാ കരയുന്നത്? അതൊന്നുമില്ല. ഒന്നുമില്ലെന്നോ? ഒന്നുമില്ലാതെ ഇങ്ങനെ കരയുമോ? എന്താണെങ്കിലും പറ. അതൊന്നുമില്ല.
ഒന്നുമില്ലാണ്ട് പിന്നെ താൻ ഇങ്ങനെ പശു കരയും പോലെ കരയണാ? തനിക്കെന്താ പെരാതുണ്ടോ ഇങ്ങനെ വെറുതെ കരയാൻ? അയ്യോ, അത് പിന്നെ ഞാൻ വെറുതെ കരഞ്ഞതല്ല. പിന്നെ താനെന്തിനാടോ കരഞ്ഞത്? അത് പിന്നെ നമ്മൾ രണ്ടുപേരുടെയും തല തമ്മിൽ കുത്തിയില്ലേ, അതുകൊണ്ട് എനിക്ക് വേദനിച്ചിട്ട് കരഞ്ഞതാ. ആഹാ, തന്റെ തല കുത്തിയ പോലെ എന്റെ തലയും കുത്തിയിക്കല്ലോ, എന്നിട്ട് ഞാൻ കരഞ്ഞിക്കാ? ഇല്ല. പിന്നെ താൻ മാത്രം എന്തിനാണ് ഇങ്ങനെ കരയുന്നത്? മനുഷ്യനെ പേടിപ്പിക്കാനായിട്ടും പശുകാരൻ പോലെ കരയുന്നു. ഇനി ഈ പരിസരത്ത് തന്നെ കണ്ടുപോകരുത്, മനസ്സിലായിക്കാ? ആ, മനുഷ്യനെ പേടിപ്പിക്കാനായിട്ട് ഓരോന്ന് വന്നിക്ക്. എന്ത്? അത് പിന്നെ സാമങ്കൾ, ഈ രമേശിയുടെ ദേഹം മുഴുവനും അഴുക്കായിട്ടല്ലേ ഉള്ളത്. വേറെ ഡ്രസ് കൊടുക്കാൻ വെച്ചാൽ ഈ റോസി മാഡത്തിന്റെ അലമാരയുടെ ചാവിയും കാണുന്നില്ല. ചാവി ഞാൻ ഒളിപ്പിച്ചു വെച്ചാൽ പിന്നെ എങ്ങനെ കാണുവാനാ? അങ്ങനെ എന്റെ ഡ്രസ് ഞാൻ അവൾക്ക് കൊടുക്കുവാൻ സമ്മതിക്കില്ല. നീ എന്താടാ പറഞ്ഞു വരുന്നത്? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. അത് സാമങ്കൾ, രമേശിക്ക് ഇപ്പോൾ മാറ്റുവാൻ പുതിയ ഡ്രസ്സൊന്നും ഇല്ലാന്നല്ലേ നിങ്ങളൊക്കെ വിചാരിക്കുന്നത്? ആ, അങ്ങനെ തന്നെയാണ് വിചാരിക്കുന്നത്. കാരണം റോസിയുടെ അലമാരിയുടെ ചാവി കാണുന്നില്ലല്ലോ. അതിന് ഈ റോസിയുടെ ഡ്രസ് തന്നെ ഇടണമെന്നില്ലല്ലോ. നീ എന്താടാ ഈ പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാകുന്നില്ലല്ലോ. മനസ്സിലായിട്ടില്ലേ? ഇവൻ ഇതെന്താ പറയുന്നത്? വേറെ ഡ്രസ് ഇവൻ ഇതെവിടുന്ന് കിട്ടുവാനാ? ഇല്ലടാ, നീയൊന്ന് തെളിച്ചു പറ. എന്റെ സാമങ്കിളെ, ഈ രമേശിക്ക് റോസി മേഡത്തിന്റെ ഡ്രസ് തന്നെ വേണമെന്നില്ലല്ലോ. റോസി മേഡത്തിന്റെ മകൾ സ്റ്റെല്ല മേഡത്തിന്റെ ഡ്രസ് ആയാലും മതിയല്ലോ. എന്ത്? സ്റ്റെല്ലയുടെ ഡ്രസ്സോ? സ്റ്റെല്ലയുടെ ഡ്രസ്സോ? ആ, സ്റ്റെല്ല മേഡത്തിന്റെ ഡ്രസ് തന്നെ. അത് ഈ രമേശിക്ക് പെർഫെക്റ്റ് ആയിരിക്കും. നോ, ഇതിന് ഞാൻ സമ്മതിക്കില്ല. എന്റെ മകളുടെ ഡ്രസ് മുഴുവനും വില കൂടിയ ഡ്രസ്സുകളാണ്. ആ ഡ്രസ് ഈ ലോക്കൽ പെണ്ണിനെ കൊണ്ട് ഇടിപ്പിക്കുവാൻ ഞാൻ സമ്മതിക്കില്ല. ഡി അമ്മിണി, ഈ സൽമാൻ പൊളിയാണല്ലോ. ഞാൻ ആദ്യം വിചാരിച്ചത് പണി മുഴുവനും പാളിയെന്ന, പക്ഷെ ഇപ്പോഴാ മനസ്സിലായത് പണി തുടങ്ങിയിട്ടേ ഉള്ളൂ എന്ന്. നീ പറഞ്ഞത് നല്ലൊരു കാര്യം തന്നെയാണ്. സ്റ്റെല്ല അത്യാവശ്യം തടിയും വലിപ്പവും ഉള്ളത് കൊണ്ട് അവളുടെ ഡ്രസ് ഈ രമയ്ക്ക് സൂട്ടാകും. അയ്യോ, ഇത് ഞാൻ എങ്ങനെയാ ഒന്ന് മുടക്കുക? എനിക്കൊന്നും മനസ്സിലാകുന്നില്ലല്ലോ. ഈ ചെറുക്കൻ ഇങ്ങനെ പറയുമെന്ന് ഞാൻ കരുതിയില്ല. നീ ഒരു സംഭവം തന്നെ. ഇതൊക്കെ എന്ത്? എന്നാലും നീ ഇത് ഓർമ്മിച്ചെടുത്ത് പറഞ്ഞല്ലോ, ഞങ്ങളും കൂടെ ഇത് ഓർത്തില്ല. ഞാൻ ഈ റോസി മാഡത്തിന്റെ സങ്കടം കണ്ടതുകൊണ്ടാണ് ഇങ്ങനെ ഓർമ്മിച്ചെടുത്ത് പറഞ്ഞത്. അല്ലേ റോസി മാഡം? ഈ റോസി മാഡം രമേശിക്കൊരു ഡ്രസ്സ് കൊടുക്കാൻ പറ്റാഞ്ഞിട്ട് ഭയങ്കര സങ്കടത്തിലാണുള്ളത്. ആ സങ്കടം മാറ്റുവാൻ വേണ്ടിയാണ് ഞാൻ സ്റ്റെല്ല മാഡത്തിന്റെ ഡ്രസ്സ് കൊടുക്കാമെന്ന് പറഞ്ഞത്. എന്താ റോസി മാഡം, ഇപ്പോൾ സന്തോഷമായില്ലേ? എടാ ചെറുക്ക, അപ്പോൾ നീ എനിക്ക് അറിഞ്ഞും കൊണ്ട് പണി തരികയായിരുന്നില്ലേ? എന്താ റോസി മാഡം പിറുപിറുക്കുന്നത്? ഹേയ്, ഒന്നുമില്ല. അങ്ങനെ ഒന്നുമില്ലാതിരിക്കില്ലല്ലോ. സ്റ്റെല്ല മാഡത്തിന്റെ ഡ്രസ്സ് രമേശിക്ക് കൊടുക്കാൻ പറഞ്ഞതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസമുണ്ടോ? എന്റെ മോളുടെ ഡ്രസ്സ് ഞാൻ കൊടുക്കാൻ വിട്ടത് തന്നെ. എന്താ റോസി മാഡം പിന്നെയും പിറുപിറുക്കുന്നത്? ഞാൻ ചോദിച്ചതിന്റെ ഉത്തരം പറയൂ. എന്താ റോസി, അവൻ ചോദിച്ചിട്ട് നീയൊന്നും മറുപടി പറയാത്തത്? അത് പിന്നെ ഞാനെന്ത് പറയാനാ? ഇവൻ പറഞ്ഞത് നല്ല കാര്യം തന്നെയല്ലേ. എന്റെ അലമാരയുടെ ചാവി കാണാതെ പോയി. അപ്പോൾ എനിക്ക് ഡ്രസ്സ് അവൾക്ക് കൊടുക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് അവൾ സ്റ്റെല്ലയുടെ ഡ്രസ്സ് ഇട്ടോട്ടെ. എന്നാൽ നീ വാ, അവളുടെ നല്ലൊരു ഡ്രസ്സ് എടുത്തിട്ട് ഇവൾക്ക് കൊടുക്ക്. അയ്യോ, ഞാനിത് എങ്ങനെയാ ഒന്ന് മുടക്കുക? ഒരു വഴിയും കാണുന്നില്ലല്ലോ. റോസി മേഡം, എന്താ റോസി മേഡം മുഖത്തൊരു വെപ്രാളം? ചെറുതായൊന്ന് പണി പാളിയ പോലെ തോന്നുന്നുണ്ടോ? ഉണ്ട് ലേ. എന്താ, വേഗം പോയിട്ട് സ്റ്റെല്ല മേഡത്തിന്റെ അലമാരിയുടെ ചാവിയും ഒളിപ്പിച്ച് വെക്കണമെന്നുണ്ടോ? എന്ത്? നീ എന്താ പറയുന്നത്? ഓ, നിങ്ങൾക്കൊന്നും മനസ്സിലായിട്ടില്ല. നിങ്ങൾ തന്നെയാണ് ഈ അലമാരയുടെ ചാവി ഒളിപ്പിച്ചു വെച്ചതെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല എന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്? ഞാനോ? ഓ, വല്ലാണ്ടങ്ങ് അഭിനയിക്കണ്ട. നിങ്ങൾ തന്നെയാണ് ആളെ വിട്ടിട്ട് രമേശയുടെ ദേഹത്ത് ജ്യൂസ് മറിപ്പിച്ചതെന്നും എനിക്കറിയാം. ഇത്രയും സമയം നിങ്ങൾ കളിച്ചു, ഇനി നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ കളിക്കും. തടയുവാൻ പറ്റുന്നുണ്ടെങ്കിൽ തടയി. നിങ്ങളുടെ മകളുടെ ഡ്രസ്സ് തന്നെ രമേശിയിടും.
നിനക്ക് ഈ റോസി ആരാണെന്ന് അറിയില്ല. ആര് പറഞ്ഞറിയില്ലെന്ന് നന്നായി അറിയാം. ഹേയ്, ഒന്ന് പോടേ. എന്താ? എന്ത്? അല്ല, നിങ്ങളെന്നാ ഇങ്ങനെ കുശുകുശു പറയുന്നത്? ഹേയ്, അത് ഞങ്ങൾ ചുമ്മാ ഓരോരു വിശേഷം പറഞ്ഞതാ. അല്ലേ റോസി മേഡം? അതെ അതെ. ഇനി വിശേഷമൊക്കെ വന്നിട്ട് പറയാം. നീ ആദ്യം പോയിട്ട് ഇവക്കൊരു ഡ്രസ്സ് എടുത്തു കൊടുക്ക്. നടക്കൂ രമേ, സ്റ്റെല്ലയുടെ റൂം അപ്പുറമാണ്. അല്ല റോസി, നീ എന്താ വരാത്തത്? ഞാൻ വരാം സാം. വേഗം പോയിട്ട് അവളുടെ റൂമിലെ ചാവിയും ഒളിപ്പിച്ച് വെക്കാം. അല്ലാതെ വേറൊരു വഴിയും ഞാൻ കാണുന്നില്ല. എന്നാൽ വാ, നീ എന്താ ഇങ്ങനെ ആലോചിച്ച് നിൽക്കുന്നത്? വരാം. ഹേയ്, അതിന്റെ ആവശ്യമില്ല സാമങ്കിൾ. എന്താവശ്യമില്ലെന്ന്? ഈ റോസി മേഡം വരേണ്ട ആവശ്യമില്ലാന്ന്. ഈ റോസി മേഡം വന്നിട്ട് എന്താക്കുവാനാ? രമേശിക്ക് വേണ്ട ഡ്രസ്സ് സ്റ്റെല്ല മേഡം അല്ലേ എടുത്തു തരേണ്ടത്? എന്റെ പ്ലാനൊക്കെ തടസ്സപ്പെടുത്തുന്നതാണ് ഇവൻ. നീ എന്ത് പറഞ്ഞാലും ഞാൻ പോവുകയും ചെയ്യും, ചാവി ഒളിപ്പിച്ച് വെക്കുകയും ചെയ്യും. അങ്ങനെ നീ പോയിട്ട് അവിടെയും പണിയൊപ്പിക്കണ്ട. നിന്നെ ഞാൻ ഇവിടെ നിന്നും പോകുവാൻ വീട്ടില്ല. അത് നീ പറഞ്ഞത് കാര്യം തന്നെയാടാ സൽമാനെ. ഇവൾ വന്നിട്ട് എന്താക്കുവാനാ? ഇവൾക്ക് മനസ്സിലാകില്ലല്ലോ. എന്നാൽ റോസി, നീ വരണ്ട, ഞാൻ സ്റ്റെല്ലയെ കൊണ്ട് എടുപ്പിക്കാം. സാം, അത് വേണ്ട, എനിക്കറിയാം. എന്തറിയാമെന്ന്? നിനക്ക് അവളുടെ ഡ്രസ്സിനെ പറ്റി ഒന്നും അറിയില്ല. അവളടുത്ത് എത്ര ഡ്രസ് ഉണ്ട് എന്ന് പോലും നിനക്കറിയില്ല. പറഞ്ഞിട്ട് കാര്യമില്ല, അമ്മയും മോളും കണക്ക. എന്നാൽ നിങ്ങൾ രണ്ടുപേരും ഇവിടെ നിന്ന് കാണാതായി പോയ ചാവി കണ്ടുപിടിക്ക്. ഞാൻ പോയി അവൾക്ക് ഡ്രസ്സ് സെറ്റാക്കി കൊടുത്തിട്ട് വരാം. സാം, എനിക്ക് മനസ്സിലാക്കിയിട്ട് ചോദിക്കുകയാണ്, സാം എന്തിനാണ് അവളുടെ പിറകെ ഇങ്ങനെ നടക്കുന്നത്? ഈ ഫംഗ്ഷനിൽ എത്ര ജനങ്ങൾ വന്നു? അവരുടെയൊക്കെ ഡ്രസ്സിലും ഈ ജ്യൂസ് മറിഞ്ഞിട്ടുണ്ടോ എന്ന് സാം ശ്രദ്ധിച്ചിനോ? ഒരിക്കലുമില്ല. പക്ഷെ ഇവളുടെ ഡ്രസ്സിൽ മാത്രം ഇങ്ങനെ മറിഞ്ഞതിന് സാം എന്തിനിങ്ങനെ ടെൻഷൻ അടിക്കണം? എന്റെ ചോദ്യത്തിന് കറക്റ്റ് ഉത്തരം സാം പറയണം. പറയ്, ആരാണ് അവൾ? അവൾ എന്തിനാണ് സാം ഇങ്ങനെ പ്രത്യേകം ശ്രദ്ധിക്കുന്നത്? എന്താ ഒന്നും മിണ്ടാത്തത്? സാം, ഞാൻ നിന്നോടാണ് ചോദിക്കുന്നത്. ഡി, നീ ശബ്ദമുണ്ടാക്കരുത്. പിന്നെ എനിക്കറിയണ്ടേ എന്താ സംഭവമെന്ന്? അങ്ങനെ നീ അറിയണ്ട. എന്ത്? ഞാൻ അറിയണ്ടെന്നോ? പിന്നെ എന്റെ ഭർത്താവിന്റെ കാര്യം എനിക്കറിയണ്ടേ? ഭർത്താവോ? ആരുടെ ഭർത്താവ്? നീ എന്നെ ഇത്രയും നാളൊരു ഭർത്താവായിട്ടാണോ കണ്ടത്? നിനക്ക് വേണ്ടത് പൊന്നും പണവും പ്രശസ്തിയുമല്ലേ? ഇപ്പോൾ എവിടുന്ന് വന്നു ഈ ഭർത്താവ്? ആദ്യം ഞാൻ ചോദിച്ചതിന്റെ ഉത്തരം പറ. ഒന്ന് പോടി അവിടുന്ന്. വേറെന്തെങ്കിലും നിനക്ക് ചോദിക്കാനുണ്ടോ? എനിക്ക് ഇത് തന്നെയാണ് ചോദിക്കാനുള്ളത്. ആ രമ നിങ്ങളുടെ ആരാണ്? എന്നാൽ നീ കേട്ടോ, രമ ഇനി എന്റെ ഭാര്യയാകാൻ പോകുന്ന പെണ്ണാണ്. എന്ത്? രമയെ ഞാൻ വിവാഹം കഴിക്കും. എനിക്ക് അതുപോലെയുള്ള ഒരു ഭാര്യയാണ് വേണ്ടത്. നിന്നെ പോലെ പൊന്നും പ്രശസ്തിയും ആഗ്രഹിക്കുന്ന ഒരു പെണ്ണിനെ എനിക്ക് വേണ്ട. സാം അവളെ വിവാഹം കഴിച്ചാൽ പിന്നെ ഈ കാണുന്ന സ്വത്ത് മുഴുവനും അവളുടേതാകും. പിന്നെ എന്റെ ഈ പണം, പത്രാസ്, അഭിമാനം എല്ലാം നഷ്ടപ്പെടും. അതിന് ഞാൻ സമ്മതിക്കില്ല. ഈ കാണുന്നതൊക്കെ എന്റേതാണ്, എന്റേത് മാത്രം. എന്റെ അല്ലാ, അതെന്ന് അയാൾ പറഞ്ഞിട്ട് പോയത് രമേശിയെ വിവാഹം കഴിക്കുമെന്ന്. ഞാൻ കേട്ടതൊക്കെ സത്യമായിരിക്കുമോ? അങ്ങനെ വിവാഹം കഴിച്ചാൽ രമേശിയുടെ ഭർത്താവ് മക്കളൊക്കെ എന്താക്കും? എനിക്കൊന്നും മനസ്സിലാകുന്നില്ലല്ലോ. കളിച്ച് കളിച്ച് അവസാനം കളി കാര്യമാകുമോ? ഒന്നും മനസ്സിലാകുന്നില്ലല്ലോ. പോയി നോക്കാം. ഇങ്ങോട്ട് പോയിട്ട് എന്ത് നോക്കാനാ? ഇങ്ങോട്ട് പോയി നോക്കാം. ഇനി എന്താ ചെയ്യാ? സാമങ്കൾ എന്താ രമേശോട് ഇങ്ങനെ രഹസ്യമായിട്ട് സംസാരിക്കുന്നത്? എന്താ സാം, എന്താ പറയാനുണ്ടെന്ന് പറഞ്ഞത്? രമണി ചേച്ചി, എന്നാലും എന്തായിരിക്കും സാമിന് അവളോട് പറയാനുള്ളത്? എനിക്കറിയില്ല. രഹസ്യമായിട്ട് എന്തോ സംസാരിക്കാനുണ്ട് എന്നും പറഞ്ഞിട്ടല്ലേ അവൻ അവളെയും കൂട്ടി അങ്ങ് മാറി നിന്ന് സംസാരിക്കുന്നത്. എന്നാലും എന്തായിരിക്കും ആ രഹസ്യം? എന്താ സാം, എന്താ ഒന്നും പറയാത്തത്? എന്റെ അള്ളോ, ഇപ്പോൾ സാമങ്കൾ എല്ലാ കാര്യം പറയുമെന്ന് എനിക്ക് തോന്നുന്നത്. സാമങ്കളിന് രമേശോട് ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ രമേശിക്ക് ദേഷ്യം പിടിക്കും. ചിലപ്പോൾ പല പ്രശ്നങ്ങളും നടക്കും. അയ്യോ, ഇപ്പൊ എന്നാ ചെയ്യാ? രമേശി ഇതറിഞ്ഞാൽ ചിലപ്പോൾ ബഹളം വെക്കുമോ? അങ്ങനെ ബഹളം വെച്ചാൽ നാട്ടുകാർ മുഴുവനും ഇതറിയും. ഞാൻ പോയിട്ട് ഇത് പറയുന്നത് തടഞ്ഞാലോ? അങ്ങനെ തടഞ്ഞത് കൊണ്ട് ഒരു കാര്യവുമില്ല.
ഇപ്പോഴല്ലെങ്കിൽ പിന്നെ എന്തായാലും രമേശ് ഇതറിയും. എന്തായാലും എന്താ സാം അങ്കിൾ അവരോട് പറയുന്നതെന്ന് കേട്ടു നോക്കാം. എന്താ സാം, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അല്ല രമേ, ഞാനൊരു കാര്യം പറഞ്ഞാൽ നീ ദേഷ്യം പിടിക്കുമോ? എന്താ സാം, എന്താണെന്ന് അറിഞ്ഞാലല്ലേ എനിക്ക് പറയാൻ പറ്റൂ. അത് രമേ, ഞാൻ റോസിയോട് ഒരു കാര്യം പറഞ്ഞു. എന്ത് കാര്യം? അത് പിന്നെ എന്ത്? സാം എന്തായി പറയുന്നത്? എന്റെ അള്ളോ, കാര്യങ്ങളെല്ലാം കൈവിട്ടെന്ന് തോന്നുന്നത്. സാം, എന്താ ഞാനിത് കേൾക്കുന്നത്? രമേ, ഞാൻ അവളോട് പറഞ്ഞത് മുഴുവനും കളവാണ്. സാം ഇതെന്തൊക്കെയാ പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. ഈ കളവാ? ഇതെന്തൊക്കെയാ ഇവിടെ സംഭവിക്കുന്നത്? അതെ രമേ, ഞാൻ അവളോട് പറഞ്ഞത് മുഴുവനും കളവാണ്. എന്തിനാ സാം ഇങ്ങനെയൊക്കെ കളവ് പറയുന്നത്? ഞാൻ പറഞ്ഞത് മുഴുവനും കളവല്ല. എനിക്ക് നിന്നോട് ഒരു പ്രത്യേകതരം ഇഷ്ടമുണ്ട്. പിന്നെയും ഇഷ്ടാന്ന് പറഞ്ഞ ഇയാക്കെന്താ ശരിക്കും പെരാന്താ? സാം, എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. എന്റെ രമേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. പക്ഷേ അത് നീ ഉദ്ദേശിക്കും പോലത്തെ സ്നേഹമല്ല. നിന്നെ കാണുമ്പോൾ എനിക്കെന്റെ മരിച്ചുപോയ അശ്വതിയെ ഓർമ്മയാകുന്നു. അശ്വതിയോ? അതാരാ? അതോ, അതെന്റെ ഒരേ ഒരു പെങ്ങൾ. അവളുടെ കളിയും കോലവും സംസാരവും ഒക്കെ ഏകദേശം നിന്നെപ്പോലെ തന്നെയാണ്. നിന്നെ കാണുമ്പോൾ എനിക്കെന്റെ അശ്വതിയെ ഓർമ്മയാകുന്നു. അതുകൊണ്ടാണ് എനിക്ക് നിന്നെ ഒരു പ്രത്യേകമായിട്ട് തോന്നുന്നത്. ഓ സാം, ഇപ്പോഴാണ് എന്റെ ശ്വാസം ഒന്ന് നേരെ വീണത്. അപ്പോൾ ഇങ്ങനെയാണോ കാര്യങ്ങൾ? ഞാൻ വെറുതെ തെറ്റിദ്ധരിച്ചു. എന്തായാലും ഇപ്പോഴാ ഒന്ന് സമാധാനമായത്. ഞാൻ അങ്ങനെ കാണുന്നതിൽ നിനക്ക് വിഷമമുണ്ടോ? ഇല്ല സാം. ഓഹോ, താങ്ക് യു. പക്ഷേ സാം എന്തിനാ റോസിയോട് അങ്ങനെ കളവ് പറഞ്ഞത്? അത് അവളെ ഒന്ന് പേടിപ്പിക്കുവാൻ വേണ്ടിയാ. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കേട്ടാൽ ചിലപ്പോൾ അവളൊന്ന് നന്നായാലോ. അത് ശരിയാ. അത് ശരി തന്നെ. എന്നാൽ ഞാനും കൂടെ പോയിട്ട് ആ റോസി മേഡത്തിനൊന്നും കൂടി പേടിപ്പിക്കട്ടെ. എന്നാലും സാം എന്റെ ഒടിച്ചത് ചെയ്യുമെന്ന് ഞാൻ കരുതിയില്ല. റോസി മേഡം, ഹായ്. ഞാൻ വിചാരിച്ചു നിങ്ങൾ സ്റ്റെല്ല മേഡത്തിന്റെ റൂമിലാറ്റം പോയിട്ടുണ്ടാകുമെന്ന്. അല്ല, വേറൊന്നും കൊണ്ടുമല്ല. നിങ്ങൾ നിങ്ങളുടെ അലമാരയുടെ ചാവി ഒളിപ്പിച്ചു വെച്ചതുപോലെ സ്റ്റെല്ല മേഡത്തിന്റെയും ചാവി ഒളിപ്പിച്ചു വെച്ചാലോ എന്ന് വിചാരിച്ച് ഞാൻ ഓടി വന്നതാ. അല്ലെങ്കിൽ തന്നെ ഇനി എന്തിനാ ഞാൻ ചാവിയൊക്കെ ഒളിപ്പിച്ചു വെക്കുന്നത്? ഇനി ആർക്ക് വേണ്ടിയാ ഞാൻ ഇതൊക്കെ ചെയ്യുന്നത്? എല്ലാം കൈവിട്ടു പോയില്ലേ? ഈ പെണ്ണുങ്ങൾക്ക് നല്ലോണം സങ്കടമാകുന്നുണ്ട്. സാം അവളെ കെട്ടിയാൽ പിന്നെ എനിക്ക് ഈ വീട്ടിലൊരു സ്ഥാനവും ഉണ്ടാകില്ല. അയ്യോ, എനിക്കിതൊക്കെ ആലോചിക്കുമ്പോൾ എന്തൊക്കെയോ ടെൻഷനാകുന്നു. ഈ പെണ്ണുങ്ങൾ കുറെ സമയമായല്ലോ എന്തൊക്കെയോ പിറുപിറുക്കുന്നത്. ഞാൻ എന്ത് പറഞ്ഞിട്ടും മൈൻഡാക്കുന്ന പോലുമില്ലല്ലോ. ഞാനിനി എന്താ എന്റെ ഫ്രണ്ട്സിൻ്റെയോടൊക്കെ പറയാ? റോസി മാഡം, എന്നാലും നിങ്ങളെന്താ സ്റ്റെല്ല മാഡത്തിന്റെ റൂമിലേക്ക് പോകാത്തത്? ഇനി ഞാൻ എന്താ ചെയ്യാ? എന്നാലും എന്താ ഒന്നും മറുപടി പറയാത്തത്? ഞാൻ എന്ത് പറഞ്ഞാലും ഇവർ വേറെന്തൊക്കെയോ ആണല്ലോ പിറുപിറുത്ത് പറയുന്നത്. സാം സാർ പറഞ്ഞത് മുഴുവനും ഇവർ വിശ്വസിച്ചിട്ടാണുള്ളത്. അതുകൊണ്ട് അത് തന്നെ അവരുടെ മനസ്സിൽ ഇപ്പോൾ ഉള്ളതും. അതുകൊണ്ടായിരിക്കും ഞാൻ പറയുന്നതൊന്നും ശ്രദ്ധിക്കാത്തത്. ചെറുതായിട്ട് കരയുന്നുണ്ടോ? പാവം, സാം സാർ പറഞ്ഞത് മുഴുവനും വിശ്വസിച്ചിട്ടാണുള്ളത്. ഇതൊക്കെ കേട്ടിട്ട് ഇവരുടെ സ്വഭാവം നന്നായിട്ടുണ്ടാകുമോ? സാം സാർ ഇവർ നന്നാക്കുവാൻ വേണ്ടിയാണ് അങ്ങനെ കളവ് പറഞ്ഞത്. അതുപോലെ തന്നെ നന്നായിട്ടുണ്ടാകുമെന്നാ എനിക്കും തോന്നുന്നത്. ഇനി ഞാനും കൂടെ ഓരോന്ന് പറഞ്ഞിട്ട് അവരെ സങ്കടപ്പെടുത്തണ്ട. ഒരു സോറി പറഞ്ഞിട്ട് ഇവിടെ നിന്നും പോകാം. അല്ലെങ്കിൽ വേണ്ട, സോറി പറയണ്ട, ഒരു ബായ് പറയാം. റോസി മാഡം, എന്താടാ നിനക്ക് എന്താടാ വേണ്ടത്? നീ കുറെ സമയമായാലും ഓരോന്ന് പറയുന്നത്. എന്റെ അല്ലോ, ഇത് നന്നായിട്ടൊന്നുമില്ല. ഈ സാധനത്തിനെയാണോ ഞാൻ പാവം എന്ന് പറഞ്ഞത്? നിനക്ക് ഞാൻ വച്ചിട്ടുണ്ടടാ. നീ കാരണമാണ് ഇപ്പോൾ ഇതൊക്കെ നടന്നത്. ഞാനാ? നീയാണ് അവളെ ഡ്രസ്സ് മാറ്റുവാൻ പ്രേരിപ്പിക്കുന്നത്. അത് പിന്നെ ഡ്രസ്സ് വൃത്തികേടായാൽ ഡ്രസ്സ് മാറ്റാൻ ആരാണെങ്കിലും പറയില്ലേ? പറയും. പക്ഷേ നീ അങ്ങനെ വെറുതെ പറഞ്ഞതല്ല. നീ എനിക്കിട്ട് പണി തരാൻ തന്നെയാണ് പറഞ്ഞത്. ഈ പെണ്ണുങ്ങളുടെ തനി സ്വഭാവം പിന്നെയും പുറത്തിറങ്ങുന്നുണ്ടല്ലോ.
ഇവരോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇവർ നന്നാകില്ലെന്ന് ഉറപ്പിച്ചതാ. ഡാ, നിന്നെ ഞാൻ വെറുതെ വിടില്ല. അതൊന്ന് പോട് പെണ്ണുങ്ങളെ. ഡേയ്, എന്ത് കേയിന്ന്? നീ നോക്കിക്കോടാ, നിനക്ക് ഈ റോസി ആരാണെന്ന് അറിയാമോ? നീ ആരാണെങ്കിലും എനിക്കൊരു പ്രശ്നവുമില്ല. പക്ഷെ നിനക്ക് ഈ സൽമാൻ ആരാണെന്ന് അറിയാമോ? അത് നീ തന്നെയല്ലടാ സുലൈമാനെ. ഈ അതെവിടുന്നാ? ഈ നിങ്ങളിതൊപ്പം വന്നു? ദാ ഇപ്പം തന്നെ. അതെന്തിനാ ഇങ്ങോട്ടേക്ക് വന്നത്? എന്തിനാ ഇങ്ങോട്ട് വന്നതെന്നോ? അല്ല, ആളെന്നെ. നിങ്ങളല്ലേ ടോയ്ലറ്റിൽ പോയിട്ട് ഇപ്പം വരാന്ന് പറഞ്ഞിട്ട് പോയത്? എന്നിട്ട് ഇത് എത്ര സമയമായി? നിങ്ങളെയും കാത്തി ഞങ്ങൾ അപ്പോൾ അവിടെ നിന്നത് വെറും വേസ്റ്റ് ആയില്ലേ? അതല്ലടാ, ഞാൻ നിങ്ങളോടെല്ലാം പറഞ്ഞു തരാം. ഇവിടെ കുറെ കാര്യങ്ങൾ നടന്നു. അതുപോലെ നിന്നോട് ഞങ്ങൾക്ക് കുറെ പറയാനുണ്ട്. അവിടെയും കുറെ കാര്യങ്ങൾ നടന്നിട്ടുണ്ടായിരുന്നു. അല്ല, അമ്മിണി ഇവിടെ പോയി? അവൾ ഇപ്പോഴും കക്കൂസിൽ തന്നെയാണുള്ളത്? കക്കൂസ് എന്നൊക്കെയാ പറയുന്നത്, വൃത്തികെട്ട ലോക്കൽസ്. അവൾ അപ്പുറമുണ്ട്. അല്ല, നീ എന്താ ഇവിടെ ഇങ്ങനെ നിൽക്കുന്നത്? അപ്പോൾ നിങ്ങൾ കണ്ടില്ലേ? എന്ത്? ദാ ഇവിടെ ഒരു സാധനമുണ്ടല്ലോ. അതെന്ത് സാധനം? ഇതാണോ സാധനം? ആ, ഇതാണ് സാധനം. ഒരൊന്നൊന്നര സാധനം. അയ്യേ, ഇതിനാരെങ്കിലും സാധനം എന്ന് പറയുമോ? ഡാ പൊട്ട, ഇത് പച്ചിയല്ലേ? എന്ത് പച്ചിയാ? അല്ല, നീലി. നീലിയാ? അതുമല്ലേ? നിങ്ങൾ ഇതെന്തൊക്കെയാ പറയുന്നത്? അല്ലടാ, അവളുടെ പേര് എന്തോ ഒരു കളറിന്റെ പേരല്ലേ? ഈ കളറാ? എന്റെ കുഞ്ഞാമിത്ത, അവരുടെ പേര് റോസി എന്നാ. ഓ, റോസ് കളറായിരുന്നില്ലേ? ഞാൻ അവളുടെ പേര് പച്ച കളറാന്ന് ഓർമ്മിച്ചിട്ട് പച്ചിന്ന് വിളിച്ച്. നോക്കുമ്പോ അതല്ല. പിന്നെ നീല കളറാന്ന് വിചാരിച്ചിട്ട് നീലിന്ന് വിളിച്ച്. നോക്കുമ്പോ അതുമല്ല. ഇപ്പൊ ഓർമ്മയായത് റോസ് കളറാണല്ലേ? അപ്പൊ അവളുടെ പേര് റോസി. ഹായ് റോസി, നീ എന്താ ഇവിടെ തന്നെ ഇങ്ങനെ നിൽക്കുന്നത്? ഓ, കക്കൂസും കാത്തു നിൽക്കുകയായിരിക്കും അല്ലേ? അപ്പോൾ ഈ റൂമിലുള്ള കക്കൂസിലായിരിക്കും അമ്മിണി ഉണ്ടാവുക. എന്ത് വൃത്തികേടാ ഇവർ പറയുന്നത്. എന്നാലും ആ അമ്മിണി എന്താ ഇത്രയും സമയമായിട്ട് കക്കൂസിൽ നിന്നും ഇറങ്ങാത്തത്? നിങ്ങൾക്കെന്താ ഉളുപ്പില്ലേ? നോക്കണ്ട, അവർ നിങ്ങളോട് തന്നെയാ പറഞ്ഞത്. എന്റോടാ? ആ, വൃത്തികെട്ട ലോക്കൽസ്. ഇവരെന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നത്? മനുഷ്യന്മാരായാൽ കുറച്ച് സ്റ്റാൻഡേർഡ് വേണം. അതിനെ ടോയ്ലറ്റ് എന്നാണ് പറയുക, അല്ലാതെ എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട. ഇവരിതെന്താടാ പറയുന്നത്? കുഞ്ഞാമിത്ത, നിങ്ങൾ ടോയ്ലറ്റിനെ കക്കൂസ് എന്ന് പറഞ്ഞില്ലേ? അതുകൊണ്ടാണ് അവരിങ്ങനെ നിങ്ങളെ പറയുന്നത്. സത്യമായിട്ട് ഞാൻ ടോയ്ലറ്റിനെ അല്ലടാ കക്കൂസ് എന്ന് പറഞ്ഞത്. ഞാൻ കക്കൂസിനെ തന്നെയാ കക്കൂസ് എന്ന് പറഞ്ഞത്. അത് തന്നെയായി കക്കൂസും. അപ്പോൾ ഈ ടോയ്ലറ്റ് എന്ന് പറഞ്ഞാലും കക്കൂസ് എന്ന് പറഞ്ഞാലും കക്കൂസ് തന്നെയല്ലേ? അപ്പോൾ ഞാൻ പറഞ്ഞത് ശരി തന്നെയല്ലേ? ആഹാ, എന്നിട്ട് ഇവളെന്തിനാ എന്നെ പഠിപ്പിക്കാൻ വന്നത്? മര്യാദയ്ക്ക് ഞാൻ ഇംഗ്ലീഷിൽ കക്കൂസ് എന്ന് പറഞ്ഞപ്പോൾ ഓൾ ഓവറാക്കിയിട്ട് മലയാളത്തിൽ ടോയ്ലറ്റ് എന്ന് പറയുന്നത്. കക്കൂസിനെ പിന്നെ കക്കൂസ് എന്നല്ലാണ്ട് ക്ലോസറ്റ് എന്ന് വിളിക്കാൻ പറ്റുമോ? മാറി നിൽക്കടാ. ഡീ, നീ എന്താടി പറഞ്ഞത്? ഡീ പറടി. എന്ത് പറയുന്നേ? നീ എന്താ ഇത്ര നേരം ഇവിടെ നിന്ന് പറഞ്ഞത്? അതൊന്നും കേട്ടില്ലേ? ലോക്കൽസ്. പൊതുസ്ഥലത്ത് നിന്ന് എങ്ങനെ സംസാരിക്കണം എന്നൊരു മര്യാദയുണ്ട്. ആഹാ, അപ്പോൾ നീ എന്നെ മര്യാദ പഠിപ്പിക്കുക? എനിക്കിപ്പോൾ നിങ്ങളെ മര്യാദ പഠിപ്പിക്കേറ്റല്ലേ? നിങ്ങളുടെ വൃത്തികെട്ട വാക്ക് കേട്ടിട്ട് എനിക്ക് അറുപ്പാകുന്നു. അതുകൊണ്ടാണ് ഞാനത് തിരുത്തി മര്യാദക്ക് പറഞ്ഞു തന്നത്. ഇതാണ് നിന്റെ മര്യാദ? ആ, ഇത് തന്നെയാണ് എന്റെ മര്യാദ. നിങ്ങളോട് സംസാരിക്കാൻ തന്നെ പാടില്ല. അത്രക്കും വൃത്തികെട്ട സാധനങ്ങളാണ് നിങ്ങൾ. നീ എന്റെ അടുത്ത് നിന്നും വാങ്ങാൻ നിൽക്കണ്ട. അതിനവന്റെ അടുത്തെന്നാ ഉള്ളത്. നിങ്ങളൊന്ന് ബായ് പോട്ടി നിന്നേ. ഈ റോസിയോടാണ് നിങ്ങൾ കളിക്കുന്നത്. നിങ്ങളെ ഞാൻ വെറുതെ വിടില്ല. ഹലോ, നിങ്ങളോട് മറന്നുപോയോ? എന്ത് മറന്നുപോയോ എന്ന്? നിങ്ങൾ ഇവിടെ നിന്നും പുറത്താക്കുന്ന കാര്യം തന്നെ. എന്ത്? എന്നെ പുറത്താക്കുന്ന കാര്യമോ? ആ, നിങ്ങളെ തന്നെ. എന്ത് ഡേന്ന്? നിങ്ങൾ എന്റോട് ചൂടായിട്ട് എന്ത് കാര്യം? നിങ്ങൾ പോയിട്ട് നിങ്ങളെ ഭർത്താവിനോട് ചൂടാക്. നിങ്ങളുടെ ഭർത്താവാണ് നിങ്ങളെ ഇവിടെ നിന്നും പുറത്താക്കിയിട്ട് പുതിയ പെണ്ണിനെ കെട്ടിക്കൊണ്ടുവരുന്നത്.
ദാ സൽമാനെ, നീ ഇതെന്തൊക്കെയാ പറയുന്നത്? ഞാൻ പറയുന്നതൊക്കെ സത്യമാടാ. ദാ ഇത്ര നേരം നമ്മുടെ മുന്നിൽ നിന്നും ഓവറാക്കിയ ഈ പെണ്ണുങ്ങളെ ഇവിടെ നിന്നും പുറത്താക്കുന്നാടാ. നീ എന്തൊക്കെയാടി പറയുന്നത്? നിങ്ങൾക്ക് വിശ്വാസമാകുന്നില്ലേ? ഇല്ലെങ്കിൽ ദാ ഈ റോസി മാഡത്തിനോട് തന്നെ ചോദിച്ചു നോക്ക്.